പ്രത്യേകിച്ച് ഈ ബ്ലീഡിംഗ് ഡീക്കൺ സീനിയർ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു വിഷയമാണ്. കാരണം എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ മിറാക്കിൾ ഗ്രൂപ്പിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ തീർത്തും മദ്യപാനം ജീവിതത്തെ ബാധിച്ചപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ചെന്ന് ചേരുകയാണ് ഉണ്ടായത്. 7 ദിവസത്തെ ഒരു ലഹരി മോചന പരിശീലന ക്യാമ്പിൽ വെച്ച് 7ാമത്തെ ദിവസം ഇപ്പോൾ അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടെ എ മെമ്പറാണ്. അദ്ദേഹം വരികയും അദ്ദേഹത്തോട് എന്നെ പരിചയപ്പെടുത്തുകയും ഇദ്ദേഹം ഇന്ന സ്ഥലത്തുള്ള ആളാണ്, അപ്പോൾ താങ്കളുടെ മീറ്റിങ്ങിന് ഇയാളെ കൊണ്ടുപോകണമെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന വാക്ക് എൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് യിൽ വരുന്ന ഒരുപാട് ആളുകൾ. അവർ പല വിധത്തിലാണ് വരുന്നത്. ചിലപ്പോൾ ഭാര്യമാരുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന കൊണ്ടോ, ചിലപ്പോൾ ഭാര്യമാർ കരയുകയും കേണപേക്ഷിക്കുകയും എങ്ങനെയെങ്കിലും കുടി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ ഇവർക്കുള്ള ഒരു ബോധ്യപ്പെടുത്തലിന് വേണ്ടിയിട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിലെത്തുന്ന ആളുകളുണ്ട്. കുടുംബ കോടതിയിൽ ഡൈവോഴ്സിൻ്റെ വക്കീലെത്തുമ്പോൾ കുടുംബ കോടതിയിലെ ജഡ്ജോ വക്കീലന്മാരോ നിങ്ങൾ ഒരു മീറ്റിങ്ങിൽ പരീക്ഷിച്ചു നോക്കൂ, അത് ഒരു പക്ഷേ ജീവിതത്തിൽ വിജയിച്ചേക്കാമെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവർ ഉണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ശിക്ഷ അനുഭവിച്ചിട്ട് ജയിൽവാസത്തിനിടയിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ കണ്ടുമുട്ടിയവരുണ്ടാകാം. അങ്ങനെ സമൂഹത്തിലെ ചിലപ്പോൾ ഡോക്ടർമാർ ആശുപത്രിയിൽ അഡ്മിറ്റായ തൻ്റെ രോഗിയോട് താങ്കൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് പോകാൻ പറ്റിയാൽ താങ്കളുടെ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഈ രോഗം മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു വന്നവരാകാം. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ഓരോ അംഗങ്ങളും കടന്നു വരുന്നത്. അപ്പോൾ അംഗങ്ങൾ കടന്ന് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അവർ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ തൻ്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മരുന്നോ മറ്റ് കൗൺസിലിങ്ങോ ഒന്നും ഇല്ല, 1 മുതൽ 12 പടികളിലൂടെയുള്ള ഒരു ജീവിത യാത്രയിലാണ് എനിക്ക് സുബോധം സംരക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകും. ചില ആളുകൾ വീണ്ടും പഴയ ആ ഒരു രീതിയിൽ തന്നെ കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ തുടരുകയും ചെയ്യും. ഇവിടെ വെച്ചാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ ബ്ലീഡിംഗ് ഡീക്കൺ സീനിയർ സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള 2 വാക്കുകൾ നമ്മൾ കേൾക്കാനിടയുള്ളത്. ബിൽ ഡബ്ല്യു തൻ്റെ ലേഖനത്തിൽ 2ാം പാരമ്പര്യത്തിൽ 135ാമത്തെ പേജിലാണ് 12 ഈ സീനിയർ സ്റ്റേറ്റ്സ്മാൻ ബ്ലീഡിംഗ് ഡീക്കനെ കുറിച്ച് പറയുന്നത്. അതായത് സൂക്ഷ്മമായ ഒരു മാറ്റം ആരംഭിക്കുന്നു. ആത്യന്തികമായി മുതിർന്ന നേതാക്കന്മാരെന്നും അതൊരു വിഭാഗമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 2ാമത്തെ വിഭാഗത്തെ തങ്ങളില്ലെങ്കിൽ ഗ്രൂപ്പ് തകരുമെന്നും തങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് ശരിയെന്നും ശഠിക്കുന്നവരും എന്ന 2ാമത്തെ വിഭാഗത്തിനെ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ബ്ലീഡിംഗ് ഡീക്കൻ്റെ ഡെഫിനിഷൻ? സീനിയർ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ മുതിർന്ന നേതാക്കന്മാർ. അപ്പോൾ ബ്ലീഡിംഗ് ഡീക്കൻ്റെ ഡെഫിനിഷൻ ഇതാണ്: തങ്ങളില്ലെങ്കിൽ ഗ്രൂപ്പ് തകരും, തങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി, അത് ശഠിക്കുന്നവരാണ് ബ്ലീഡിംഗ് ഡീക്കൻ. നമുക്കെല്ലാവർക്കും ഒരു കൂട്ടായ ചിന്തയിലൂടെ ഈ മുതിർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ സീനിയർ സ്റ്റേറ്റ്സ്മാൻ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഫ്രേസ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ മിക്കവാറും തന്നെ ആളുകൾ പറയുന്നത് കേൾക്കാം: അയാളൊരു ബ്ലീഡിംഗ് ഡീക്കനാണ്, മറ്റേയാളൊരു മുതിർന്ന നേതാവാണ് എന്ന രീതിയിൽ. ഇപ്പോൾ ബിൽ ഡബ്ല്യുവിൻ്റെ ഭാഷയിൽ ആരാണ് ഒരു മുതിർന്ന നേതാവ്?
ഗ്രൂപ്പ് തീരുമാനത്തിൻ്റെ വിവേകം ഉൾക്കൊള്ളുന്ന, അതായത് ഒരു ഗ്രൂപ്പിൻ്റെ മനസാക്ഷി എടുക്കുന്ന തീരുമാനങ്ങളുടെ വിവേകം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, തൻ്റെ തരം താഴ്ത്തപ്പെട്ട അന്തസ്സിൽ ഒരു നീരസവും തോന്നാത്ത, തൻ്റെ അതിയായ അനുഭവ സമ്പത്താൽ ദൃഢമാക്കപ്പെട്ട കൃത്യമായ വിലയിരുത്തലുകളുള്ള സംഭവവികാസങ്ങളുടെ വരവനായി ക്ഷമയോടെ ശാന്തമായി കാത്തിരിക്കാൻ തയ്യാറുള്ള ഒരാളാണ് മുതിർന്ന നേതാവ്. അപ്പോൾ മുതിർന്ന നേതാവിനെ കുറിച്ചുള്ള ഒരു ശരിയായ നിർവചനം 135 പേജിൽ രണ്ടാമത്തെ പാരമ്പര്യത്തിൽ ബിൽ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ആരാണ് ബ്ലീഡിംഗ് ഡീക്കൻ? അവരെക്കുറിച്ചുള്ള നിർവചനം ഇതാണ്: തന്നെ കൂടാതെ ഗ്രൂപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഉറപ്പായും ബോധ്യപ്പെട്ട, സംഘത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ടി രഹസ്യമായി തുടർച്ചയായി ചരടുവലികൾ നടത്തുന്ന, സ്വയാനുകമ്പയാൽ സ്വയം തികച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബ്ലീഡിംഗ് ഡീക്കൻ. അപ്പോൾ ഈ മുതിർന്ന നേതാക്കന്മാരും ബ്ലീഡിംഗ് ഡീക്കൻസും, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും നമ്മുടെ മൊത്തത്തിൽ ലോകം മുഴുവനുമുള്ള ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഇടയിൽ ഒരു പ്രകൃതി ദൃശ്യത്തിൽ രക്തമൊലിക്കുന്ന രൂപങ്ങൾ ചിതറിക്കിടക്കുന്നത് പോലെ കാണപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ ഈ നമ്മളൊരു ചിത്രം ശ്രദ്ധിക്കുകയാണ്, ഒരു പ്രകൃതി ദൃശ്യത്തിൽ രക്തമൊലിക്കുന്ന രൂപങ്ങളെ പോലെ കാണപ്പെടുമെന്നാണ് ബ്ലീഡിംഗ് ഡീക്കനെ കുറിച്ച് ബിൽ തന്നെ പറയുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഓരോ അംഗവും ഒരു കാലത്ത് അറിയാതെ ബ്ലീഡിംഗ് ഡീക്കന്മാരായി മാറിയിട്ടുണ്ട്. പിന്നീട് അവർ വളരെ സന്തോഷത്തോടു കൂടി, അവരിൽ ഭൂരിഭാഗം പേരും ആ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്ന അവസ്ഥയെ അതിജീവിക്കുകയും മുതിർന്ന നേതാക്കന്മാരായി മാറുകയും ചെയ്തു. എയുടെ യഥാർത്ഥവും സ്ഥിരവുമായ നേതൃത്വമായി അവർ മാറി. ഒരു ദുർഘടാവസ്ഥയെ പരിഹരിക്കുന്ന ശാന്തമായ അഭിപ്രായവും ഉറച്ച അറിവും വിനയപൂർണമായ ഉദാഹരണവുമാണ് അവരുടേത്. വിഷമകരമായി കുഴങ്ങുമ്പോൾ ഗ്രൂപ്പ് ഉപദേശത്തിനായി അനിവാര്യമായും അവരിലേക്ക് തിരിയുന്നു. മുതിർന്ന നേതാവ്, ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകൾ നമുക്ക് ഒരു മനസ്സിലാക്കലേക്കായി. അപ്പോൾ ബിൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എയിൽ എത്തിക്കഴിയുമ്പോൾ ഓരോ അംഗവും ഒന്ന് പെട്ടുപോകാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റേജുകളാണ് ഇത്. ഒന്ന് ബ്ലീഡിംഗ് ഡീക്കനും എൽഡർ സ്റ്റേറ്റ്മെനും. അപ്പോൾ നമ്മളെക്കാൾ കുറച്ചധികം കാലം കുടിക്കാതിരുന്ന നമ്മുടെ പഴമക്കാരും ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഈ അവസ്ഥയിൽ പെട്ടുപോയിട്ടുണ്ടാകാം. അപ്പോൾ ഒരു മുതിർന്ന നേതാവ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ധാരാളം പവർ ഉണ്ടാവും, മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള ഒരു കഴിവുണ്ടാകും. ഗ്രൂപ്പിൻ്റെ നന്മയ്ക്കും അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ നന്മയ്ക്കായിട്ടുള്ള പല കാര്യങ്ങളും അവർ ഡെവലപ്പ് ചെയ്യും. പ്രത്യേകിച്ച് തൻ്റെ സ്പോൺസുകളെല്ലാം സ്വാധീനിച്ച് ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരാളായിരിക്കും മുതിർന്ന നേതാവ്. അപ്പോൾ സ്വന്തം ഒരു ഗ്രൂപ്പിലെ സെക്രട്ടറി ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഇൻ്റർ ഗ്രൂപ്പിലെ ചെയർമാനോ, അവിടുത്തെ ഒരു ഭാരവാഹിയായിട്ടോ, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലോ, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ച് സ്വന്തം പ്രദേശത്ത് ഒരു ഇൻഫ്ലുവൻസ് ഉള്ള, അല്ലെങ്കിൽ ധാരാളം സ്വാധീനമുള്ള ഒരാളായിട്ട് മാറുന്ന ഒരാളാണ് മുതിർന്ന നേതാവ്. അത് അവർ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു ഭാഗ്യങ്ങളാണ്. കാരണം ലോകം മുഴുവനുമുള്ള ഗ്രൂപ്പുകളിൽ ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കന്മാർ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർ ഗ്രൂപ്പിനെ നയിക്കുകയും അതാത് പ്രദേശങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മെസ്സേജുകൾ പാസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അവർ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു ഭാഗ്യങ്ങളാണ്. എന്നാൽ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത്, അദ്ദേഹം ആ ഗ്രൂപ്പിന് വളരെ നെസസറി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഗ്രൂപ്പിൻ്റെ എല്ലാ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും ഇൻറ്റേർണലായിട്ട് ഇടപെടും. പ്രത്യേകിച്ച് ഗ്രൂപ്പിൻ്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം നടക്കുമ്പോൾ ഇന്ന ആളായിരിക്കണം സെക്രട്ടറി, ഇന്ന ആളായിരിക്കണം ചെയർമാൻ എന്ന് അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കും. ഗ്രൂപ്പിൻ്റെ മനസാക്ഷിയെ അവർ മാറ്റി നിർത്തും. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, മുതിർന്ന നേതാവ് അല്ലാത്ത ഈ ബ്ലീഡിംഗ് ഡീക്കനെ പോലുള്ള ആളുകൾ പേപ്പറിൽ ഇന്നയാൾ ചെയർമാൻ, ഇന്നയാൾ സെക്രട്ടറി, ഇന്നയാൾ ട്രഷറർ എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ എഴുതി കൊടുക്കുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു അജണ്ട നടപ്പിലാക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഓരോ തെരഞ്ഞെടുപ്പുകളും നടക്കേണ്ടത് ഗ്രൂപ്പിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ബ്ലീഡിംഗ് ഡീക്കൻ
എപ്പോഴും ഒരു പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ്. നമുക്കറിയാം, ലോകം മുഴുവനുള്ള എല്ലാ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പുകളുണ്ട്. അവര് സ്വയം ഗ്രൂപ്പായി മാറുകയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, സമാന ചിന്താഗതികളുള്ള, സമാന ആശയങ്ങളുള്ള ആളുകൾ. ഇപ്പോൾ ഒരു 50 ആളുകൾ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു 10 പേര് കൂടി ഒരു ഗ്യാങ് ആയിരിക്കും, മറ്റൊരു 10 പേര് ഗ്യാങ് ആയിരിക്കും. അങ്ങനെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പോൾ ഒരു പൊളിറ്റിക്സ് പോലെ അവര് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഗ്രൂപ്പിന്റെ ഒരു ലാർജർ ഗോൾസിന്, അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് വേണ്ട പല ആശയങ്ങളെയും അവർ തളർത്തും. അവരുടെ കാഴ്ചപ്പാട് വളരെ ചെറുതായിരിക്കും. ഗ്രൂപ്പ് എടുക്കുന്ന പല നിശ്ചയങ്ങളും ഇത് തെറ്റാണ്, അത് അങ്ങനെയല്ല എന്നൊക്കെ പല പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഗ്രൂപ്പിനെ തളർത്താൻ ശ്രമിക്കും. അവർക്ക് ഒരു കാര്യങ്ങളും പോസിറ്റീവായി കാണാൻ കഴിയുകയില്ല. അപ്പോൾ നെഗറ്റിവിറ്റി ഉള്ള ഒരാളെയാണ് നമുക്ക് ബ്ലീഡിങ് ഡീക്കനായിട്ട് കണക്കാക്കാൻ കഴിയുന്നത്. അയാൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാനാണ് സോൾ സോഴ്സ് ഓഫ് വിസ്ഡം, അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ ഗ്രൂപ്പ് നിലനിൽക്കും, മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ധാരണയാണ് അയാൾക്കുള്ളത്. താൻ പറയുന്നത് കേട്ടാൽ സുബോധത്തിൽ നിലനിൽക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരാളാണ് ബ്ലീഡിങ് ഡീക്കൻ. ബിൽഡബ്ല്യുവിൻ്റെ ഈ കാഴ്ചപ്പാട്, അതായത് എൽഡർ സ്റ്റേറ്റ്മെന്റ്, ബ്ലീഡിങ് ഡീക്കൻ എന്ന് പറയുന്ന ഈ രണ്ട് ആശയത്തെ ഞാൻ എൻ്റെ ഒരു ആശയമായിട്ട് മാറ്റാൻ തയ്യാറാവുകയാണ്. അതിന് കാരണം ഒത്തിരി നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. എൽഡർ സ്റ്റേറ്റ്മെന്റിനെ നമുക്കൊരു ലീഡർ എന്ന പോലെ കണക്ക് കൂട്ടാം. ബ്ലീഡിങ് ഡീക്കനെ നമുക്കൊരു ബോസ് ആയിട്ട് കണക്ക് കൂട്ടാം. നമുക്ക് ഇനി മുതൽ ആ രണ്ടിനെയും ഒന്ന് നോക്കാം. ആരാണ് ലീഡർ, ആരാണ് ഒരു ബോസ്? നമുക്ക് തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, അവനൊരു ബോസി ടൈപ്പ് ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെ അയാൾ നല്ലൊരു ലീഡർ ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് എ ബോസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ലീഡർ, എന്താണ് ബോസ് എന്നുള്ള അവർ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ തൻ്റെ തന്നെ ഉദാഹരണങ്ങളിലൂടെ, അല്ലെങ്കിൽ തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കൂടെ നിൽക്കുന്ന ആളുകളെ ഒന്നിച്ചു നിർത്തുവാനും ഗ്രൂപ്പിനെ മാക്സിമം സഹായിക്കുവാനും ശ്രമിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഒരു ലീഡർ. ബോസ് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് തൻ്റെ രീതിയിൽ ഓരോ അംഗവും നടക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ബോസ് ആണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എല്ലാവരും പ്രവർത്തിക്കണം. എൻ്റെ ചിന്താഗതിയിലേക്ക് മറ്റുള്ളവരെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് ബോസ്. അപ്പോൾ അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ഇപ്പോൾ പോകുന്ന വഴി വളരെ മോശമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസ് നശിച്ചു പോകും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ആളുകൾ നശിച്ചു പോകുന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്കൊരു ബോസായിട്ട് കണക്ക് കൂട്ടാം. പക്ഷെ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അയാൾ മറ്റുള്ളവരോട് നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന, അല്ലെങ്കിൽ തൻ്റെ അനുയായികളായിട്ടുള്ള, അല്ലെങ്കിൽ അനുയായികൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, തൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന, തന്നോടൊപ്പം നിൽക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളോട് ഒരു തുല്യതാ മനോഭാവം വളർത്തിക്കൊണ്ട് ക്ലിയറായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരാളായിരിക്കും. അപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്ന ആ ടീമിനെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അപ്പോൾ ആ ഗ്രൂപ്പിലെ അംഗങ്ങളെ ഒന്നിച്ചു നിർത്തി ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ലീഡർ. ഒരു ലീഡർ എന്ന് പറയുന്ന ആള് മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകും. അയാൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ തങ്ങൾ സംസാരിച്ചു തുടങ്ങുകയുള്ളൂ. അതല്ലെങ്കിൽ പറയുന്ന ആള് താങ്കൾ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ മാത്രമേ സംസാരിച്ച് തുടങ്ങുകയുള്ളൂ. ബോസ് എന്ന് പറയുമ്പോൾ അയാൾ ഒരിക്കലും കേൾക്കുകയില്ല, അയാൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പറയാറുണ്ട് അയാൾ ഗിവിങ്ങിൻ്റെ ആളാണെന്ന്. മൊത്തം നമ്മൾക്ക് തരാനാണ് ശ്രമിക്കുക. അയാൾക്ക് നമ്മളിൽ നിന്നും ഒന്നും ആവശ്യമില്ല, എപ്പോഴും നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുവാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ തയ്യാറല്ലാത്ത ആളുകളെയാണ് നമുക്ക് ബോസ് എന്ന് പറയുന്നത്. ലീഡേഴ്സിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ് ലീഡ് ചെയ്യുകയാണ്, മറ്റുള്ളവരെ നയിക്കുകയാണ്. ബോസസ് അങ്ങനെയല്ല, അവരെ പുഷ് ചെയ്യുകയാണ്, അവരെ തള്ളി മുന്നോട്ട് കൊണ്ടുവരുത്താൻ ശ്രമിക്കുകയാണ്. മറ്റത് ലീഡേഴ്സ് ലിസൺ ചെയ്യുകയാണ്. നമ്മൾ കണ്ടു, ബോസസ് ഓർഡേഴ്സ് ഇറക്കുകയാണ്, തങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം എന്നുള്ള നിയമാവലി ഇറക്കുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, ലീഡേഴ്സ് എല്ലാ ആളുകളെയും ഈക്വലായിട്ട് കാണും. ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഓരോ ലീഡേഴ്സും നീയും ഞാനും ഒന്നാണ്,
നിനക്കും എനിക്കും ഒരേ രോഗമാണുള്ളത്. അതുകൊണ്ട് തന്നെ നീ ഒന്ന് നീയും ഞാനും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്, അല്ലെങ്കിൽ ഒരു ഈക്വൽ തുല്യതാ മനോഭാവത്തിലാണ് ലീഡർമാർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ബോസ് ആകട്ടെ അവർ ഫേവറിറ്റിസം, വേർതിരിവ് കാണുന്ന, വേർതിരിക്കാൻ ശ്രമിക്കുന്ന, അങ്ങനെ ഒരു പ്രാക്ടീസുള്ള, അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളെയാണ് നമ്മൾ ബോസ് എന്ന് വിളിക്കുക. ലീഡേഴ്സ് സ്വയം ഉദാഹരണങ്ങളായിട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു സെമിനാറോ അല്ലെങ്കിൽ ഒരു വാർഷികമോ നടക്കുമ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പോൾ അദ്ദേഹമായിരിക്കും അവിടെയൊക്കെ ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് നിയന്ത്രിക്കുന്ന ആൾ. പക്ഷേ അദ്ദേഹം ആദ്യം വിളമ്പുന്നിടത്ത് നിൽക്കുകയും അല്ലെങ്കിൽ അവസാനം ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുകയും അങ്ങനെ പല പല ഉദാഹരണങ്ങൾ, ഇപ്പോൾ സെമിനാറിലാണേലും വാർഷികങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പ് കാണിയിട്ടുണ്ടാവും. പക്ഷേ ബോസ് അങ്ങനെയുള്ള എക്സാമ്പിൾ, ഒരു ബോസി ടൈപ്പായി മാറി നിൽക്കുന്നതല്ലാതെ, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതല്ലാതെ ഒരു എക്സാമ്പിളായിട്ട്, ഉദാഹരണമായിട്ട് മാറാൻ സാധിക്കാത്ത ഒരാളെയാണ് ബോസ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ലീഡേഴ്സ് എൻകറേജ് ചെയ്യും, ബോസ് ബ്ലെയിം ചെയ്യും. എന്താണ് ലീഡേഴ്സ് ചെയ്യുക? അവരെപ്പോഴും മറ്റുള്ളവരെ അംഗീകരിക്കും. മറ്റുള്ള ആളുകളുടെ പ്രവൃത്തികളെ അംഗീകരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ബോസ് എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് ബ്ലെയിം ചെയ്യും. ലീഡേഴ്സ് റെസ്പെക്റ്റ് ചെയ്യും, എന്നാൽ ബോസ് ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ആളായിരിക്കുകയില്ല. അദ്ദേഹത്തിന് എല്ലാം അറിയാം, അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് മടി കാണിക്കുന്ന ഒരാളായിരിക്കും. ബോസിന് എപ്പോഴും ഫിയർ ഓഫ് ലോസ് ഉണ്ടാവും, അല്ലേ? നഷ്ടം വരുമോ എന്നുള്ള പല ചിന്തകൾ, ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ സംഭവിക്കാതിരിക്കുമോ എന്നുള്ള ചിന്തകളിലൂടെ അദ്ദേഹം പോകും. എന്നാൽ ലീഡറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നഷ്ടബോധത്തിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം എല്ലാം ഗ്രൂപ്പിൻ്റെ നന്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ നന്മയ്ക്കായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റ് ലീഡർ എന്ന് പറയുന്നത് ഒരു മറ്റു ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു മാനുഷിക പരിഗണനയുടെ പശ്ചാത്തലത്തിലാണ്. ബോസ് എപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ഇതെല്ലാം അൺഫെയർ ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള രീതിയിൽ എപ്പോഴും വിലപിക്കുന്ന ആളായിരിക്കും. അദ്ദേഹം ചെയ്തത് ശരിയായില്ല, അയാൾ ചെയ്തത് ശരിയായില്ല, ഇദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്നുള്ള നൂറുകണക്കിന് കുറ്റാന്വേഷണ വിഭാഗത്തിലെ മേധാവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും ഈ ബ്ലീഡിംഗ് ഡീക്കൻ അഥവാ ബോസ്. ലീഡറിന്റെ മറ്റൊരു ലക്ഷണം, അല്ലെങ്കിൽ സീനിയർ സ്റ്റേറ്റ്മാൻ എന്ന ഒരു ആളെയാണ് നമ്മൾ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ മറ്റുള്ളവരെ ഒരു ആശയം പറയുകയാണ് എങ്കിൽ അത് പോസിറ്റീവായിട്ട് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകും, അതിന് വില കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആശയം തെറ്റാണോ എന്ന് തെറ്റാണ്, അതുകൊണ്ടാണ് പുതിയ ആശയം തന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ബോസ്. ബോസ് ഒരിക്കലും മറ്റുള്ളവരുടെ ആശയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകില്ല. തൻ്റെ ആശയങ്ങൾ മാത്രമാണ് ശരി, ആ ആശയത്തിൽ ഊന്നിയാൽ മാത്രമേ കാര്യങ്ങൾ നന്നായി നടക്കുകയുള്ളൂ എന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരാളാണ് ബോസ് അഥവാ ബ്ലീഡിംഗ് ഡീക്കൻ. സ്വന്തം ആശയങ്ങൾ മാത്രമല്ല, ഗ്രൂപ്പിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റുള്ളവരുടെ ആശയങ്ങൾ കൂടി സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് സീനിയർ സ്റ്റേറ്റ്മെൻ അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്ന ആളുകൾ. അല്ലാതെ എൻ്റെ മാത്രം ആശയം ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്ന ഒരാളെ നമുക്ക് ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് കൂട്ടാം. ഇപ്പോൾ ലീഡർ എന്ന് പറയുന്നത് മറ്റൊരു ലക്ഷണം, ലീഡർ ഒപ്പം നിൽക്കും. ഒരു ഗ്രൂപ്പ് പ്രവർത്തനം നടക്കുമ്പോൾ, ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു പബ്ലിക് ഇൻഫർമേഷൻ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ നോട്ടീസുകൾ എടുത്തുകൊണ്ട് പോയി പബ്ലിക് ഇൻഫർമേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ ഒറ്റനോട്ടത്തിലൊക്കെ കൊടുക്കാനോ, അങ്ങനെ പല കാര്യങ്ങളിൽ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ബോസ് അങ്ങനെയല്ല, അവർ കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും അനുയായികൾ അത് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് ബ്ലീഡിംഗ് ഡീക്കൻ അഥവാ ബോസ് എന്ന് വിളിക്കാം. ബോസ് ഒരു സൂപ്പർവൈസർ ആയിരിക്കും, പക്ഷേ ലീഡർ തങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തുല്യതാ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ലീഡർ. ഒരു നല്ല ലീഡർ മറ്റുള്ളവരെ ക്രിറ്റിസിസം ചെയ്യുകയില്ല, വിമർശനങ്ങൾ തൊടുത്തു വിടുകയില്ല.
അത് പരസ്യമായിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത് ഇത്തരം വിമർശനങ്ങളിൽ നിന്നും ഇത്തരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് തൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ലീഡർ. അപ്പോൾ ബോസ് എന്ന് പറയുന്ന ആള് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് കാണുന്നവരും തങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് സമർത്ഥിക്കാനായിട്ട് പല പല കാര്യങ്ങളും അല്ലെങ്കിൽ ഉള്ള കാര്യമായിക്കോട്ടെ ഇല്ലാത്ത കാര്യമായിക്കോട്ടെ അങ്ങനെ പറഞ്ഞ് തങ്ങളാണ് ശരി, മറ്റേ ആള് തെറ്റാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളെ നമുക്ക് ബ്ലീഡിംഗ് ഡീക്കനായിട്ട് കണക്കുകൂട്ടാം. അങ്ങനെയുള്ള ഒരു ബോസ് ഒരു പക്ഷെ പരസ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിന്റെ ഉള്ളിൽ വെച്ചോ അല്ലെങ്കിൽ രഹസ്യമായിട്ടോ ഫോണിലൂടെയോ അല്ലെങ്കിൽ രഹസ്യമായിട്ട് പേഴ്സണൽ സംസാരത്തിലോ ഒക്കെ വഴക്ക് പറയുന്നത് നമുക്ക് കണക്കാക്കാം. നമ്മൾ പറയാറുണ്ട്, മറ്റൊരു ആൽക്കഹോളിക്കിനോട് മോശമായി സംസാരിച്ചാൽ അയാൾ കുടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തോട് മാന്യമായിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കണമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളോട് പറയാറുണ്ട്. പലപ്പോഴും നീ അവനെ കുടിയിലേക്ക് പറഞ്ഞു വിടരുതട്ടോ എന്ന് വഴക്കു കൂടി കഴിയുമ്പോൾ നമ്മുടെ പഴമക്കാര് നമ്മളോട് പറയുന്നത് ഇതാണ്, നീ അവനെ കുടിയിലേക്ക് പറഞ്ഞു വിടരുതെന്ന്. അതിനർത്ഥം മദ്യപാനത്തിലേക്ക് പറഞ്ഞു വിടരുതെന്നാണ്. വീണ്ടും കുടിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരെ കൊല്ലാൻ ശ്രമിക്കരുത് എന്നാണ് പലപ്പോഴും പഴമക്കാര് നമ്മളോട് പറയാറുള്ളത്. അതുകൊണ്ട് വഴക്കുകൂടലുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളാണ് നല്ല ലീഡർ. മോശമായ വാക്കുകളോ സംസാരങ്ങളോ ഒക്കെ വരുന്നത് ഒരു ബ്ലീഡിംഗ് ഡീക്കന്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ലീഡർ എപ്പോഴും മറ്റൊരാൾക്ക് തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള സെറ്റിങ്സിൽ വെച്ചായിരിക്കും. അതല്ലാതെ ഒരു ഓപ്പൺ എയറിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ലീഡർ ഒരിക്കലും മറ്റൊരാൾക്ക് ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ കൊടുക്കുകയില്ല. ബോസസ് എപ്പോഴും 4-5 പേര് നിൽക്കുമ്പോൾ മാത്രമേ സംസാരിക്കാൻ തയ്യാറാവുകയുള്ളൂ. അവരെപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ തെറ്റുപറ്റിയിട്ടുള്ള ആളുടെ തെറ്റുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശ്രമിക്കുന്ന ഒരാളെ നമുക്ക് ബോസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് കണക്കുകൂട്ടാം. അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകനായ അല്ലെങ്കിൽ യാത്രികനായ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗത്തിനെ എംബാരസ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിൽ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാള് ആണ് എങ്കിൽ ഒരു പക്ഷേ അയാള് ബ്ലീഡിംഗ് ഡീക്കൻ ആയിരിക്കും. ഇങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ഒരു ബ്ലീഡിംഗ് ഡീക്കൻ അല്ലെങ്കിൽ ഇങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ഒരു ബോസ് എപ്പോഴും ഞാൻ അവനെ തോൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവൻ്റെ മേൽ വിജയം വരിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അവർ തോൽക്കുകയും മറ്റുള്ളവർ അയാളെ പറ്റി ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ലീഡർ എപ്പോഴും ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു അച്ചടക്കമുള്ള ആളായിരിക്കും. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളിലൂടെ കടന്നു വരുന്ന ഒരു സംഗതിയാണ് ഡിസിപ്ലിൻ. നമ്മൾ അൺഡിസിപ്ലിനഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു, ഇപ്പോൾ നമ്മൾ അച്ചടക്കമുള്ളവരായി തീരുന്നു എന്ന് ബുക്കിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ ആ ഡിസിപ്ലിൻ കടന്നു വന്നിട്ടുള്ള ഒരാളായിരിക്കും ലീഡർ. ബോസസ് എപ്പോഴും അൺഡിസിപ്ലിൻഡ് ആയിരിക്കും. അവരുടെ വാക്കുകൾക്കെല്ലാം മൂർച്ചയേറിയ ഇതായിരിക്കും. അവര് വല്ലാത്ത മോശം ഭാഷയിലൊക്കെ ആയിരിക്കും സംസാരിക്കുക. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ബ്ലീഡിംഗ് ഡീക്കൻ അല്ലെങ്കിൽ ബോസ് എന്ന് വിളിക്കാം. ബോസസ് എപ്പോഴും മറ്റൊരാളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന, മറ്റുള്ളവരെ പറ്റി മോശമായി സംസാരിക്കുന്ന, മറ്റേ ആളുകൾ വളരെ ചെയ്യുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ബ്ലീഡിംഗ് ഡീക്കൻ അല്ലെങ്കിൽ ബോസ്. അപ്പോൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താത്ത, മറ്റുള്ളവരോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന, മറ്റുള്ളവരുടെ ബഹുമാന പുരസ്സരം സംസാരിക്കുന്ന ഒരാളെ നമുക്ക് ലീഡറായിട്ട് കണക്കുകൂട്ടാം. നല്ല ഒരു ലീഡർ എന്ന് പറയുന്നത് മറ്റുള്ളവർ അയാളെ പറ്റി പറയുകയാണ് അയാൾ നല്ലൊരു ലീഡറാണ് അല്ലെങ്കിൽ അവൾ നല്ലൊരു ലീഡറാണ്, അവൻ നല്ലൊരു ലീഡറാണ് എന്ന് പറയുന്നത് മറ്റുള്ളവരാണ് അയാളുടെ നന്മ കണ്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പ് കണ്ടിട്ട് ഈ മുതിർന്ന നേതാവിനെ പറ്റി സംസാരിക്കുന്നത്. എന്നാൽ ബോസ് സ്വയം പ്രഖ്യാപിക്കും, ഞാൻ നല്ലൊരു ആളാണ്, ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയത്, എൻ്റെ കാലഘട്ടത്തിൽ വളരെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ബ്ലീഡിംഗ് ഡീക്കൻ എന്ന് വിളിക്കാം. ലീഡർ എപ്പോഴും
ഒരു മുത്തുമാല കോർത്തിണക്കുന്നത് പോലെ തൻ്റെ സഹപ്രവർത്തകരെ, സഹ യാത്രികരെ, സഹ മദ്യപാനികളെ, അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മളിൽ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുന്ന ഒരാളെയാണ് നമ്മൾ ഒരു ലീഡർ എന്ന് വിളിക്കുന്നത്. ഒരു മുത്തുമാല കോർത്തിണക്കുന്ന പോലെ ഒരു നൂലായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കും അദ്ദേഹം. അദ്ദേഹം നമ്മളോടൊപ്പം, നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളില് അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ടാകും. ബ്ലീഡിംഗ് ടീക്കിന് എപ്പോഴും പരാതിയുടെ കുന്തമുനകൾ എറിയുന്ന ആളായിരിക്കും. ഇതിങ്ങനെയൊക്കെ പോയാൽ ശരിയാകുമോ, എനിക്ക് ശേഷം പ്രളയമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ബ്ലീഡിംഗ് ടീക്കൻ. ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് തകർന്നു വീഴുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ബ്ലീഡിംഗ് ടീക്കൻ. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി, എൻ്റെ കാഴ്ചപ്പാടിലൂടെ നടന്നില്ലെങ്കിൽ ഗ്രൂപ്പ് തകരും എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് ബിൽ ഡബ്ല്യു ബ്ലീഡിംഗ് ടീക്കനായിട്ട് ചിത്രീകരിച്ചിരുന്നതെന്ന് നമ്മൾ ആദ്യമേ വായിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ധാരണയില്ലാത്ത ആളെയാണ് നമ്മൾ എൽഡർ സ്റ്റേറ്റ്മെൻ എന്ന് സ്വാഭാവികമായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ സീനിയർ സ്റ്റേറ്റ്മെന്റ് കഥ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം കുറെ കാലം ഗ്രൂപ്പിനെ നയിച്ചിട്ടുണ്ടാകും. പക്ഷെ അയാളോട് മാറി നിൽക്കാൻ പറയുമ്പോൾ ഒരു മടിയും കൂടാതെ അയാൾ മാറി നിൽക്കും. അല്ലെങ്കിൽ പുതിയ ഒരാളെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുതിയതായിട്ട് വന്ന ഒരാളെ സെക്രട്ടറി സ്ഥാനത്തേക്കോ ചെയർമാൻ സ്ഥാനത്തേക്കോ ഒക്കെ വരുമ്പോൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രവർത്തിച്ചത്, എനിക്ക് അതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സർവീസിനെ കൂടുതൽ മനോഹരിതയിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരാളെ നമുക്ക് ലീഡറായിട്ട് കണക്കുകൂട്ടാം, അല്ലെങ്കിൽ സീനിയർ സ്റ്റേറ്റ്മാൻ ആയിട്ട് കണക്കുകൂട്ടാം. കാരണം ഒരു സീനിയർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചില വിലയിരുത്തലുകൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരെ അംഗീകരിക്കാനും പുതിയതായി സേവനങ്ങളിലേക്ക് കടന്നു വന്ന ആളുകളുടെ ഇടയിൽ നന്നായി പ്രവർത്തിക്കാനായിട്ട് ഉതകുന്ന നിർദ്ദേശങ്ങളോ അവർ ആവശ്യപ്പെട്ടാൽ കൊടുക്കാനും തയ്യാറാകുന്നത്. അപ്പോൾ നല്ല സംഭവ വികാസങ്ങളുടെ വരവിനായിട്ട് ശാന്തമായിട്ട് കാത്തിരിക്കാൻ തയ്യാറുള്ള ഒരാളെയാണ് നമ്മൾ മുതിർന്ന നേതാവ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇനിയുള്ള സംഭവ വികാസങ്ങളെല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ പുതിയ ആളുകളുടെ ഇടയിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ എത്തിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ നമുക്ക് ബ്ലീഡിംഗ് ഡീക്കനായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. ബ്ലീഡിംഗ് ടീക്കിനെ ബിൽ ഡബ്ല്യു വിശേഷിപ്പിക്കുന്നത് സ്വയാനുകമ്പയാൽ ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നാണ്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാകുകയില്ല, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ മറ്റുള്ളവർ പ്രവർത്തിച്ചില്ലെങ്കിൽ ഗ്രൂപ്പ് നിലനിൽക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ നമുക്ക് ബ്ലീഡിംഗ് ടീക്കിനായിട്ട് കണക്ക് കൂട്ടാം. ഏറ്റവും ചുരുക്കത്തിൽ ബ്ലീഡിംഗ് ടീക്കിനെ പറ്റി ബിൽ ഡബ്ല്യു വിളിക്കുന്ന ഒരു ഭാഷ രക്തമൊലിക്കുന്ന രൂപങ്ങൾ എന്നാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഈ പ്രകൃതിയുടെ ചിത്രത്തിൽ അവിടെ ഇവിടെയെല്ലാം രക്തമൊലിക്കുന്ന രൂപങ്ങളായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്ന രൂപങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അതാണ് ബ്ലീഡിംഗ് ടീക്കൻ എന്നാണ് ബിൽ ഡബ്ല്യു വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മൊത്തത്തിൽ ലോകം മുഴുവനുമുള്ള ഒരു കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് വേണം ഈ ബ്ലീഡിംഗ് ടീക്കൻ എൽഡർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യത്തെ തിരഞ്ഞെടുക്കാൻ. നമ്മുടെ നാട്ടിലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ സ്റ്റേറ്റിലെ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തെ കാര്യമോ അല്ല പറയുന്നത്. തീർച്ചയായും ലോകം മുഴുവനുമുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുടെ കാര്യമാണ് ബിൽ ഡബ്ല്യു തന്റെ ലേഖനത്തിൽ പറയുന്നത്. ഇപ്പോൾ ഗ്രൂപ്പിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് ശാന്തമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, ലളിതമായ ചില മാർഗങ്ങൾ പറയുന്ന ആളെ നമുക്ക് എപ്പോഴും സീനിയർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കുകൂട്ടാം. സീനിയർ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഉത്തരവുകൾ നടത്തുന്നില്ല എന്നാണ് ബിൽ ഡബ്ല്യു പറയുന്നത്. അവർ ഉദാഹരണങ്ങളായി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ സംഭവിക്കുമെന്നുള്ള ഒരു ധാരണയും ഇല്ലാത്ത ആളാണ് അദ്ദേഹം. അവർ സ്വന്തം ഉദാഹരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയാണ്. അവര് പ്രവർത്തിക്കുകയാണ്, പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഷോ ഇറ്റ്, നിങ്ങൾ കാണിച്ചു തരൂ എന്ന്. അവർ സ്വയം മാതൃകയായിട്ടാണ് പ്രവർത്തിക്കുക. സ്വയം ഒരു നോട്ടീസായിട്ടും ഗ്രൂപ്പിലും നമ്മുടെ നഗരങ്ങളിലും എല്ലാം പ്രവർത്തിക്കുക. നമുക്കറിയാം, നമ്മുടെ ബിസിനസ് മീറ്റിങ്ങുകൾ നടക്കുന്ന ഗ്രൂപ്പ് മനസാക്ഷി. അപ്പൊ ഗ്രൂപ്പ് മനസാക്ഷിയെ സഹായിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന ആളാണ് ഈ സീനിയർ സ്റ്റേറ്റ്മാൻ, അല്ലെങ്കിൽ നല്ലൊരു ലീഡർ. അവരുടെ ചില ആശയങ്ങൾ, ചില നിർദ്ദേശങ്ങൾ ഗ്രൂപ്പിന് കൊടുക്കുമ്പോൾ ഗ്രൂപ്പ് മൊത്തത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയും അങ്ങനെ ആ നിർദ്ദേശങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഗ്രൂപ്പിന്റെ ചില പ്രധാന ലക്ഷ്യങ്ങളിലേക്ക്, നമുക്കറിയാം എല്ലാ ഗ്രൂപ്പുകളും ലോകത്ത് പ്രവർത്തിക്കുന്നത് മറ്റൊരു മധ്യാസക്തനിലേക്ക്
തൻ്റെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന സന്ദേശം എത്തിക്കുവാനായിട്ടാണ്. അത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിസിനസ്. വേറെ ഒരു ബിസിനസ്സും നമ്മുടെ ഉള്ളിലില്ല. താൻ കുടിക്കാതിരിക്കുക, മറ്റുള്ളവരെ കുടിക്കാതിരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പിന്റെയും ഓരോ അംഗങ്ങളുടെയും പ്രധാന കടമ, ലക്ഷ്യം അത് മാത്രമാണ്. അപ്പോ മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ മനസാക്ഷിയെ ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരാൾ കൂടിയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാഹിത്യത്തില് ഒരു ഭാഗത്ത് പറയുന്നത്, ഒരു പാംലെറ്റിൽ പറയുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വാതിലുകൾക്ക് വലിയ കനമുണ്ടായിരുന്നു എന്നാണ്. നമുക്കറിയാം, വാതിലുകൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരംഗം എത്രമാത്രം കഷ്ടതയും ദുരിതവും അനുഭവിച്ചിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ തലങ്ങളിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് അംഗങ്ങൾ എത്തുന്നത്. അത് കോടതിയിൽ നിന്ന് പറയുന്നത് മുതൽ, ജയിലിൽ കിടന്ന് മീറ്റിംഗ് കൂടിയത് മുതൽ, ഒരു ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മീറ്റിംഗിൽ വന്നത് മുതൽ, ഭാര്യയുടെ നിരന്തരമായിട്ടുള്ള നിർബന്ധം മൂലം വന്നത് മുതൽ, അങ്ങനെ പല രീതിയിലാണ് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്ന രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് അംഗങ്ങൾ കടന്നു വരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മൂന്നാം പാരമ്പര്യം പറയുന്നത്, കുടി നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ് എയിൽ ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത. ഈ പാരമ്പര്യം നിലവിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് നേരിട്ടിട്ടുണ്ട് എന്ന് മൂന്നാം പാരമ്പര്യത്തിൽ തൻ്റെ ലേഖനത്തിൽ ബിൽ ഡബ്ല്യു പറയുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം, എല്ലാ ആളുകളെയും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് പ്രവേശനം നൽകണ്ട, കാരണം അവർക്ക് സത്യസന്ധമായ ഒരു ആഗ്രഹമുണ്ടോ എന്ന് നമ്മൾക്ക് അറിയില്ല എന്ന് അന്നത്തെ അംഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ കുടി നിർത്തണമെന്ന സത്യസന്ധമായ ആഗ്രഹം മാത്രമാണ് എയിൽ ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത എന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ അംഗങ്ങൾ സത്യസന്ധത എന്ന വാക്ക് എടുത്തു കളഞ്ഞു. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്ന ഒരാൾക്ക് സത്യസന്ധതയോ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായി യാതൊരുവിധ മെഷീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമോ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നീട് കുടി നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് എയിൽ ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത എന്ന് മൂന്നാം പാരമ്പര്യം എഴുതപ്പെട്ടത്. മൂന്നാം പാരമ്പര്യത്തിന്റെ ദീർഘരൂപത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ അംഗത്വത്തിൽ മദ്യപാനാസക്തി മൂലം കഷ്ടപ്പെടുന്ന എല്ലാവരും ഉൾപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മുക്തി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെയും നാം നിരാകരിക്കരുത്. അതായത് അംഗത്വം ധനത്തെയോ രമ്യതയെയോ ആശ്രയിച്ചായിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ അംഗങ്ങൾ എയിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കേണ്ട, ശുദ്ധ മദ്യപാനികളെ അല്ലെങ്കിൽ റിയൽ ആൽക്കഹോളിക്കിനെ മാത്രം, അല്ലെങ്കിൽ സെയിന്റ് ആയിട്ടുള്ള ആൽക്കഹോളിക്കിനെ മാത്രം, സെയിന്റ് ആൽക്കഹോളിക് എന്ന് വിളിക്കുന്നത് ശുദ്ധമായ മദ്യപാനികൾ, റിയൽ ആയിട്ടുള്ള മദ്യപാനികളെ മാത്രം പ്രവേശിപ്പിച്ചാൽ മതി എന്ന് അന്നത്തെ ആളുകൾ ഒരു നിയന്ത്രണമുള്ള ഒരു അവസ്ഥയിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ എത്തിക്കാൻ ശ്രമിച്ചു. ശുദ്ധ മദ്യപാനികൾ എന്ന് അവരുദ്ദേശിച്ചത് മദ്യാസക്തി കൊണ്ട് കുഴപ്പമുണ്ട്, പക്ഷേ മറ്റ് ദുരന്തങ്ങളോ ഒന്നും ഇല്ലാത്തവരായിരുന്നു. അതുകൊണ്ട് ഭിക്ഷക്കാരായിട്ടുള്ള ആളുകളെ, ഭ്രാന്താലയത്തിലെ അന്തേവാസികൾ, തെണ്ടികൾ, തടവുകാർ, സ്വവർഗാനുരാഗികൾ, വെറും ഭ്രാന്തന്മാർ, ആഭിസാരികമാർ തുടങ്ങിയവരെ നമ്മൾ പുറത്ത് നിർത്താനായി ശ്രമിച്ചു. ബിൽ ഡബ്ല്യു പിന്നീട് പറയുന്ന ഒരു വാക്ക് അതേ സർ എന്നാണ്. അപ്പോൾ സർ എന്ന വാക്ക് ബിൽ ഡബ്ല്യു ഉപയോഗിക്കുന്ന ഒരു ലേഖനത്തിന്റെ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. അതേ സർ, ശുദ്ധരായ ആദരണീയരായ മദ്യപാനികളെ മാത്രമാണ് നമ്മൾ സേവിക്കുന്നത്. മറ്റുള്ളവർ തീർച്ചയായും നമ്മെ നശിപ്പിക്കും. മാത്രമല്ല, അത്തരം വിചിത്രരായ ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മാന്യരായ ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് പറയും? എയ്ക്ക് ചുറ്റും നമ്മൾ മികച്ച കമ്പി വല കൊണ്ടൊരു വേലി തീർത്തു എന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശുദ്ധരായ മദ്യപാനികൾ മാത്രം പ്രവേശിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചു. പിന്നീട് അത് ഒരു തമാശയായിട്ട് നമുക്ക് തോന്നി. നമ്മൾ പഴമക്കാരായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിൽ അന്നത്തെ ഘട്ടത്തിലുള്ളവർ അസഹിഷ്ണുത ഉള്ളവരായി മാറി. പക്ഷേ
പിന്നീട് എല്ലാവരെയും പ്രവേശിപ്പിക്കണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് അസഹിഷ്ണുത മാറ്റി, അല്ലെങ്കിൽ ഭയം മാറ്റി എല്ലാവരെയും പ്രവേശിപ്പിക്കണമെന്നുള്ള ഒരു ധാരണയിലേക്ക് അന്നത്തെ ആൽക്കഹോളിക്സ് അനോണിമസിലെ പഴമക്കാർ എത്തിച്ചേർന്നു. അപ്പോൾ എല്ലാവരെയും പ്രവേശിപ്പിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ അങ്ങനെ കുഴപ്പക്കാരായിരുന്ന ആളുകൾ ക്ഷമയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും ഭാവിയിൽ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകരായി മാറി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വരുന്ന അംഗങ്ങൾ അവരുടെ ഷെയറിങ്ങുകളിൽ നമ്മൾക്ക് നല്ല ഒരു പഠനം തരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരേ സമയം അധ്യാപകരും ഒരേ സമയം സ്റ്റുഡൻറ്റുമായി മാറുന്ന ഒരു പ്രക്രിയയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു മദ്യപാനിയുടെ ഒരു സാധ്യതയും നമ്മൾ എടുത്തു കളയുന്നത് അവന് മരണശിക്ഷ വിധിക്കുന്നതിന് തുല്യമാകുമെന്നുള്ള ചിന്തയാണ്, അല്ലെങ്കിൽ അവന് അന്തമില്ലാത്ത ഒരു ദുരിതത്തിലേക്ക് അവനെ തള്ളിവിടുമെന്നുള്ള ചിന്തയാണ് ഈ അംഗത്വ നിയമത്തിലെ നിയന്ത്രണം എടുത്തു മാറ്റാനായിട്ട് നമ്മെ പഠിപ്പിച്ച അനുഭവം. അങ്ങനെ തൻ്റെ തന്നെ രോഗിയായ സഹോദരൻ്റെ ന്യായാധിപനാകാനും ന്യായാധിപക സമിതിയിൽ അംഗമാകാനും പിന്നെ ആരച്ചാരാകാനും ആര് ധൈര്യപ്പെടുമെന്നാണ് ബിൽ ഡബ്ല്യു ലേഖനത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അംഗത്വ നിയമങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ടാണ് പിന്നീട് നമ്മളെല്ലാവരെയും പ്രവേശിപ്പിക്കുവാൻ തയ്യാറായത്. അപ്പോൾ ഓരോ അംഗത്തോടും പറയുകയാണ്, നിങ്ങൾ ആര് തന്നെ ആയാലും, നിങ്ങൾ എത്ര തന്നെ അധപ്പതിച്ചു പോയിരുന്നാലും, നിങ്ങളുടെ വൈകാരിക സങ്കീർണതകൾ, നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ പോലും എത്ര തന്നെ ഗുരുതരമായിരുന്നാലും യിൽ നിന്ന് നിങ്ങളെ നിഷേധിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ പുറത്തു നിർത്തുവാൻ ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല. നിങ്ങൾ എത്ര തന്നെ അക്രമാസക്തനോ വക്രതയുള്ളവനോ ആയിരുന്നാലും നിങ്ങൾ ഞങ്ങളെ അപായപ്പെടുത്തുമെന്ന് അല്പം പോലും ആൽക്കഹോളിക്സ് അനോണിമസ് ഭയക്കുന്നില്ല. സുബോധത്തിനായി ഞങ്ങൾക്കുണ്ടായിരുന്നത് പോലത്തെ മഹത്തായ ഒരു അവസരം നിങ്ങൾക്കും ഉണ്ടാകുന്നത് ഉറപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാൽ നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ യിലെ ഒരു അംഗമാണ്. അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ എത്തുന്ന ഒരംഗം ഒരു മാനസിക മാറ്റത്തിന് തയ്യാറാകണം, ഒരു സൈക്കിക് ചേഞ്ചിന് തയ്യാറാകണം. അങ്ങനെ സൈക്കിക് ചേഞ്ചിന് തയ്യാറായിട്ടുള്ള ഒരാൾക്കാണ് ഒരു സീനിയർ സ്റ്റേറ്റ്മെൻ്റായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ നമ്മൾ വിളിക്കുന്നത് ഡ്രൈ ഡ്രങ്ക് എന്നാണ്, അല്ലെങ്കിൽ കുടിക്കാത്ത കുടിയൻ എന്നാണ്. അത് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ മാഹി മീറ്റിങ്ങിലും മറ്റു പല മീറ്റിങ്ങുകളിലും ഡ്രൈ ഡ്രങ്കിനെ പറ്റി പലരും പല രീതിയിൽ സംസാരിച്ചുകൊണ്ട് അതിനെപ്പറ്റി ചിത്രീകരിക്കാൻ ഞാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിഷയം ബ്ലീഡിംഗ് ഡീക്കൻ ആൻഡ് സീനിയർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള അതാണ്. അപ്പോൾ അംഗത്വത്തിന് നിയമം മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ്. പലപ്പോഴും പഴമക്കാർ തമാശയായിട്ട് പറയാറുണ്ട്, ആഗ്രഹത്തോടു കൂടി അവസാനം വരെ കുടിക്കുകയും ചെയ്യാമെന്ന്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വരുന്ന ഒരംഗം കുടി നിർത്താൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ കുടി നിർത്തണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണ്, അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ പേരാണ് 12 പടികൾ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 സ്റ്റെപ്പ് പ്രോഗ്രാം. ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നവരുടെ കൂട്ടായ്മയാണ്. മദ്യപാനികളുടെ കൂട്ടായ്മയാണെന്ന് പലരും ചിന്തിച്ചിരിക്കുന്നു. മദ്യപാനികളുടെ കൂട്ടായ്മയല്ല. നമ്മുടെ പഴമക്കാർ നമ്മളോട് പറയാറുണ്ട്, മദ്യപാനികളുടെ കൂട്ടായ്മ എവിടെയാണ്? ബ്രാൻഡിക്കടകളിൽ, അല്ലെങ്കിൽ ബാറിൽ, അല്ലെങ്കിൽ അത്തരം മദ്യം വിളമ്പുന്ന പാർട്ടികളിലൊക്കെയാണ് മദ്യപാനികളുടെ കൂട്ടായ്മ. ഇത് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുടെ കൂട്ടായ്മയാണ്. മദ്യത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരുടെ കൂട്ടായ്മ. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 3-ാം പാരമ്പര്യം വളരെ അർത്ഥമുള്ളതാണ്. കാരണം എല്ലാ കടുത്ത മദ്യപാനികളോടും, അല്ലെങ്കിൽ റിയൽ ആൽക്കഹോളിക്കിനോടും പറയുന്നത്, നിങ്ങൾ യിലെ ഒരംഗമാണ്. അപ്രകാരം നിങ്ങൾ പറയുന്നുവെങ്കിൽ ഇതിനുള്ളിലാണെന്ന് നിങ്ങൾക്ക് സ്വയം പ്രഖ്യാപിക്കാം. ആർക്കും നിങ്ങളെ പുറത്തു നിർത്താൻ കഴിയുകയില്ല. അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു വിശാലമായ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഒരംഗത്തിനോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ലീഡർ ആകണം, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല സീനിയർ സ്റ്റേറ്റ്മെൻ്റായി മാറണം, ബ്ലീഡിംഗ് ഡീക്കൻ ആകരുത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് സീനിയർ സ്റ്റേറ്റ്മെൻ്റ് ആകേണ്ടതിൻ്റെ കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന് ചലനമുണ്ടാകണം. ആൽക്കഹോളിക്സ് അനോണിമസ് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സംഘടനയാണ്, കൂട്ടായ്മയാണ്. കാരണം മറ്റ്
ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക്, ഇപ്പോഴും ഈ പ്രശ്നം ആൽക്കഹോളിസം എന്ന് പറഞ്ഞ പ്രശ്നം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എത്തിക്കേണ്ടത് നമ്മളെ പോലുള്ള ഓരോ അംഗത്തിന്റെയും കടമയാണ്, ചുമതലയാണ്. ഒരു അംഗം അല്ലെങ്കിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാൾ തൻ്റെ പറമ്പിലോ അല്ലെങ്കിൽ തൻ്റെ ജോലി സ്ഥലത്തോ താൻ ഇരിക്കുന്ന ഒരു അവസ്ഥയിലോ താൻ അംഗമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം അംഗമാകുന്നു. അത്രയും സിമ്പിളാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗത്വം. അങ്ങനെ അംഗത്വം സ്വീകരിച്ച ഒരു അംഗത്തിനോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ബ്ലീഡിംഗ് ഡീക്കൻ ആകരുത്, നിങ്ങൾ സീനിയർ സ്റ്റേറ്റ്മെന്റ് ആകണം. അതിനുള്ള ചലനങ്ങൾക്കായി നിങ്ങൾ ചില 12 പടികൾ ആദ്യമായി ജീവിതത്തിൽ എടുക്കണം. അങ്ങനെ എടുക്കുന്ന ഒരാൾക്കാണ് ഒരു നല്ല ലീഡറായി അല്ലെങ്കിൽ ഒരു സീനിയർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറാൻ കഴിയുകയുള്ളൂ. അങ്ങനെ എയുടെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു അംഗത്തിന്റെ അടുത്ത പടിയാണ് അദ്ദേഹം കേൾക്കുന്നത് ഒന്നാം പാരമ്പര്യമാണ്. നമ്മുടെ പൊതുനന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. അപ്പോൾ ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കും. എന്താണ് ഈ പൊതുനന്മ? പൊതുനന്മ എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നന്മയാണ്. പൊതുവായിട്ടുള്ള നന്മ എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നന്മ. അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൊതുനന്മയെ ലക്ഷ്യമിടുന്ന ഒരാൾക്ക് എയുടെ ഐക്യത്തെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഐക്യത്തെ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെയുള്ള ഐക്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരാൾക്കുടെ ആശ്രയിച്ചാണ് അത് അയാളുടെ മോചനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മോചനം സാധിക്കുന്നതെന്നാണ് ഒന്നാം പാരമ്പര്യം നമ്മളോട് പറയുന്നത്. നമ്മൾ ഐക്യത്തോടെ നിലനിൽക്കണം. നമ്മൾ ഐക്യത്തോടെ നിലനിന്നാൽ മാത്രമേ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇല്ലാതാകും. ഐക്യമില്ലെങ്കിൽ എയുടെ ഹൃദയസ്പന്ദനം നിലനിൽക്കുകയില്ല എന്ന് ബിൽ പറയുന്നു. കാരണം ഐക്യത്തിൽ നിലനിന്നാൽ മാത്രമേ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ മരണത്തിന് തൊട്ടു മുന്നേ കടന്നു വരുന്ന ഒരു ആൽക്കഹോളിക്കിൻ്റെ ഇടയിലേക്ക് നമുക്ക് എയുടെ സന്ദേശം പകർന്നു കൊടുക്കാൻ സഹായിക്കുകയുള്ളൂ. ആ ഐക്യമില്ലെങ്കിൽ ബിൽ ഐക്യത്തെ നമ്മുടെ ശരീരത്തോടാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിൽ ഹൃദയസ്പന്ദനം ഇല്ലെങ്കിൽ ശരീരം നിലച്ചു പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഹൃദയത്തിലേക്കുള്ള ധമനികൾ രക്തം പമ്പ് ചെയ്യുന്നത് കുറയുന്നത് പോലെ ദൈവകൃപ നമ്മളിലേക്ക് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പലപ്പോഴും ഈ ദൈവത്തിൻ്റെ ദാനം ഈ ഐക്യമില്ലാത്തത് കൊണ്ട് അലക്ഷ്യമായിട്ട് സമ്മാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമ്മാനം അലക്ഷ്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നതായി ബിൽ പറയുന്നു. അപ്പോൾ ഐക്യത്തിലുണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ സമ്മാനം കറക്റ്റായിട്ട് നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റ് മദ്യപാനികൾ കടന്നു വരുമ്പോൾ നമ്മളെ ശകാരിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോകാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഐക്യം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിക്ക് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്നാണോ? അപ്പോൾ ബിൽ തന്നെ ആ ലേഖനത്തിൽ പറയുന്നത് വ്യക്തിഗത അംഗങ്ങൾക്ക് ആത്മാർത്ഥമായ സംരക്ഷണം വാരിക്കോരി നൽകുന്ന മറ്റൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പോലെയുള്ള മറ്റൊരു കൂട്ടായ്മ ഈ ഭൂമിയിലുണ്ടെന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് വിശ്വസിക്കുന്നില്ല എന്നാണ്. താൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനും സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും വ്യക്തിയുടെ അവകാശത്തെ കൂടുതൽ അസൂയയോടെ സംരക്ഷിക്കുന്ന മറ്റൊരു പ്രസ്ഥാനവും തീർച്ചയായുമില്ല. എന്തെങ്കിലും ചെയ്യുന്നതിന് മറ്റൊരാളെ നിർബന്ധിക്കാൻ ഒരു എയ്ക്കും കഴിയുകയില്ല. ആരെയും ശിക്ഷിക്കുവാനോ പുറത്താക്കുവാനോ കഴിയില്ല. രോഗശമനത്തിലേക്കുള്ള നമ്മുടെ 12 പടികളും നിർദ്ദേശങ്ങളാണ്. എയുടെ ഐക്യം ഉറപ്പാക്കുന്ന 12 പാരമ്പര്യങ്ങളും ഒരൊറ്റ അരുത് പോലുമില്ല അവർ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. പക്ഷേ നിങ്ങൾ തീർച്ചയായും ചെയ്യണമെന്ന് ഒരിക്കലും അവർ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് ഐക്യമാണ്. ഐക്യമില്ലെങ്കിൽ മരിക്കും എന്നുള്ള രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ 12 പടികളിൽ 12 പടികൾ 12 പാരമ്പര്യത്തിൽ ബിൽ പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഒന്നിച്ചു നിന്നാൽ,
ഒരു ഇന്റർ ഗ്രൂപ്പ് ഒന്നിച്ചു നിന്നാൽ, ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി ഒന്നിച്ചു നിന്നാൽ, ഒരു റീജിയൻ ഒന്നിച്ചു നിന്നാൽ, ഒരു രാജ്യം ഒന്നിച്ചു നിന്നാൽ, അല്ലെങ്കിൽ ഈ ലോകം മുഴുവനുമുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ വിവിധ സംഘടനകളും ആളുകളും ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എളുപ്പം എത്തിക്കാൻ കഴിയും. അങ്ങനെ ദൈവത്തിന്റെ സമ്മാനം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ തന്നെ ജീവൻ നിലനിർത്താനും അതോടൊപ്പം സാധിക്കും. അപ്പോൾ ലോകം മുഴുവനുമുള്ള ഏതു സംഘടനകളെ എടുത്താലും വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുന്ന മറ്റൊരു സംഘടനയില്ല എന്ന് പറയുന്നതോടൊപ്പം നമ്മൾ ഈ വലിയ പൂർണ്ണതയുടെ ചെറിയ ഭാഗമാണ് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു എളിമയിലേക്ക് വരുവാനുള്ള ഒരു ആശയവും കൂടി അതിൽ പങ്കുവെക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്ന അംഗം ആദ്യം പറഞ്ഞതുപോലെ മോചനത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് പെരുമാറേണ്ടി വരും. മോചനത്തിന്റെ തത്വങ്ങൾ ഏതാണ്ട് 12 പടികളിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അയാൾ ഈ മോചനത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ആത്മീയ തത്വങ്ങൾ അനുസരിച്ച് ആ അനുസരണ ഇല്ലാതെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പിഴ ഉറപ്പും ക്ഷിപ്രവുമാണ്. അയാൾ രോഗിയാവുകയും മരിക്കുകയും ചെയ്യുന്നു. ആദ്യം അയാൾ കുറച്ച് മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പിന്നീട് താൻ യഥാർത്ഥത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി അയാൾ കണ്ടെത്തുന്നു. കൂടാതെ വിതരണം ചെയ്യാത്തിടത്തോളം ഈ അമൂല്യമായ സമ്മാനം തനിക്ക് സംരക്ഷിക്കാനാവില്ലെന്ന് അയാൾ കണ്ടെത്തുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ആൽക്കഹോളിക്സ് അനോണിമസിൽ കടന്നു വരുന്ന ഒരു അംഗം കുറെ കാലം ഈ ആത്മീയ തത്വങ്ങളിൽ അല്ലാതെ തന്നെ അവനവന്റെ സ്വാർത്ഥതയെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും, എനിക്ക് ചില തത്വങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പേര് 12 പടികൾ എന്നാണ്. അങ്ങനെ അനുസരിക്കുന്ന ഒരു അംഗം ഈ സമ്മാനം സൂക്ഷിക്കുവാനും, അല്ലെങ്കിൽ സുബോധം എന്ന് പറയുന്ന സമ്മാനം തനിക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അത് സൂക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ സംരക്ഷിക്കണമെങ്കിൽ ഈ അനുസരണ ഞാൻ വരുത്തണമെന്ന് ചിന്തിക്കുകയും അങ്ങനെ മറ്റുള്ള ആളുകളിലേക്ക് എയുടെ സന്ദേശം വഹിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 12-ാം പടി പ്രവർത്തനം ഒരു ഗ്രൂപ്പിനെ രൂപീകരിച്ച നിമിഷം തന്നെ മറ്റൊരു കണ്ടെത്തൽ, ഒരു ഗ്രൂപ്പില്ലാത്ത പക്ഷം ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഭൂരിഭാഗം വ്യക്തികൾക്കും മോചനത്തിന് കഴിയില്ല. അതുകൊണ്ട് വ്യക്തിഗതമായ ഒരു ത്യാഗവും ഈ കൂട്ടായ്മയുടെ സംരക്ഷണത്തിന് ഒട്ടും വലുതല്ല. ഒരു വലിയ പൂർണ്ണതയുടെ ചെറിയ ഒരു ഭാഗമാണ് താനെന്നുള്ള ഒരു തിരിച്ചറിവ് ഉദിക്കുന്നു. തൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെയും ഉത്കർഷിച്ചകളുടെയും മുറവിളി അത് ഗ്രൂപ്പിനെ അപായപ്പെടുത്തുമ്പോഴൊക്കെ നിശബ്ദമാക്കപ്പെടേണ്ടതുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഗ്രൂപ്പ് അതിജീവിക്കുന്നില്ലെങ്കിൽ വ്യക്തി അതിജീവിക്കില്ലെന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എങ്ങനെ ഗ്രൂപ്പുകളായി നന്നായി ജീവിക്കാം, ഒന്നിച്ച് പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന ചില ചോദ്യങ്ങളായി മാറുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ നിന്ന് വിവിധ തലങ്ങളിൽ നിന്ന് കടന്നു വന്ന ഒരംഗം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ കടന്നു വന്നതിന് ശേഷം ചില ഐക്യപ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്. കാരണം ലോകത്തിലെ ആളുകൾ പ്രവർത്തിച്ചാൽ, കാരണം ലോകത്തിലെ ആളുകൾ പല പല കാര്യങ്ങളും പണത്തിനും അധികാരത്തിനും അഭിമാനത്തിനും വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ, സമരം നടത്തുമ്പോൾ അവർ നശിപ്പിക്കുന്നതായും അല്ലെങ്കിൽ നശിച്ചു പോകുന്നതായും മനുഷ്യരാശിയിലെ തന്നെ രാജ്യങ്ങളും സമാധാനത്തിൽ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലാത്ത രീതിയിൽ പെരുമാറുന്നതായും ഒക്കെ അയാൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ മദ്യപാനീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കൂട്ടായ്മയായ ആൽക്കഹോളിക്സ് അനോണിമസിൽ വ്യക്തിപരമായ എൻ്റെ മോചനത്തിനായി ചില വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് വ്യക്തിപരമായ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം ഐക്യം നിലനിർത്താൻ വളരെ താല്പര്യത്തോടെ തന്നെ അതിജീവനത്തിൻ്റെ തത്വങ്ങൾ അന്വേഷിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഘടന അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ വാർത്തെടുത്തത് എന്നാണ് പറയുക. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, കൊല്ലത്തിന്റെ ആലയിൽ കൊല്ലന്മാരുടെ ആലയിൽ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ അവർ തീച്ചൂളയിൽ അത് ചൂടാക്കി അടിച്ചു പരത്തി ആയിട്ടാണ് നല്ല മൂർച്ചയുള്ള
കത്തിയും വാക്കത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ധാരാളം അനുഭവങ്ങളുടെ തിരിച്ചുളയിൽ നിന്നാണ് നമ്മളുടെ പാരമ്പര്യങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ പൊതുസമൂഹത്തിലേക്ക് കടന്നു വന്ന അംഗം തീർച്ചയായും 12 പടികളനുസരിച്ച് ജീവിക്കേണ്ടി വരും. അങ്ങനെ 12 പടികളനുസരിച്ച് ജീവിക്കുന്ന ഒരംഗത്തിന് ഐക്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ ഐക്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരംഗത്തിന് തീർച്ചയായും നല്ലൊരു ലീഡറായി മാറാൻ, സീനിയർ സ്റ്റേറ്റ്മാനായിട്ട് മാറാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വന്ന ഒരംഗത്തിന് എന്തും പറയാം, എന്തും ചെയ്യാം, എന്തും വിളിച്ചു പോവാം എന്നുള്ളതല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന് നിയതമായ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, നിയതമായ ചില പാരമ്പര്യങ്ങളുണ്ട്, നിയതമായ ചില നിയമങ്ങളുണ്ട്. നമ്മൾ അതിനെ നിയമങ്ങൾ എന്നല്ല പാരമ്പര്യങ്ങൾ എന്നാണ് വിവരിക്കുന്നതെങ്കിലും ആ അനുസരണയിൽ വളരാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഐക്യം ഉറപ്പാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലീഡർ എന്ന രീതിയിൽ തൻ്റെ ജീവിതത്തിൽ ഐക്യം ഉറപ്പാക്കണമെങ്കിൽ അദ്ദേഹം ഈ 12 പടികളുടെ പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് നല്ല ലീഡറായി മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ തത്വങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് ദൂരെയാകും. ആരും അദ്ദേഹത്തിനെ പുറത്താക്കുന്നില്ല. അയാൾ സ്വയം പുറത്തു പോകേണ്ടി വരും. ആ പുറത്തു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും കുടിക്കേണ്ടി വരും. കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം മരണത്തിലേക്ക് യാത്രയാകേണ്ടി വരും. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്, അല്ലയോ സുഹൃത്തെ ഷിബു, താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ പ്രിൻസിപ്പിൾസ് അനുസരിക്കണം, പടികൾ അനുസരിക്കണം, അനുസരണയിൽ വളരണം. ആ അനുസരണയുണ്ടെങ്കിൽ മാത്രമാണ് ഐക്യത്തിൽ ഉറപ്പാക്കാനായിട്ട് ഷിബു എന്ന് പറയുന്ന എന്നെ പോലുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗത്തിന് സാധിക്കുകയുള്ളൂ. ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന എല്ലാ അംഗങ്ങളും ഇങ്ങനെ തന്നെയാണ്. കുറെ കാലം അയാൾ മീറ്റിങ്ങുകളൊക്കെ കൂടി നടക്കും, ഒരു സ്പോൺസറെ കണ്ടെത്തും. കുറച്ചു കാലം കഴിയുമ്പോൾ അയാൾ തീർച്ചയായും മനസ്സിലാക്കും, എനിക്കൊരു സൈക്കിക് ചേഞ്ച്, ഒരു മാനസിക മാറ്റത്തിന് ഞാൻ തയ്യാറാകണം, അതിനുള്ള 12 പടികൾ ഞാൻ പരിശീലിക്കണമെന്ന് അവരെല്ലാവരും തന്നെ പിന്നീട് മനസ്സിലാക്കുന്നത് തന്നെയാണ്. അങ്ങനെ തൻ്റെ മാത്രം മോചനത്തിനല്ല, ഇത് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഈ സൊബറേറ്റി അല്ലെങ്കിൽ സുബോധം നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരംഗം മറ്റൊരാളിലേക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകും. അതിനെയാണ് നമ്മൾ സർവീസ് എന്ന് വിളിക്കുന്നത്. സേവനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആകും, ഒരുപക്ഷെ ഗ്രൂപ്പിന്റെ ചെയർമാനാകും, ഇന്റർ ഗ്രൂപ്പിന്റെ ചെയർമാനാകും, അതല്ലെങ്കിൽ അത് ഡിസ്ട്രിക്ട് കമ്മിറ്റി DCM ആകും, അല്ലെങ്കിൽ നമുക്ക് ഏരിയ ഡെലിഗേറ്റ് ആകും, ഏതൊക്കെ സെക്രട്ടറിയോ ട്രഷററോ, ഇങ്ങനെ പല പല സർവീസ് മേഖലകളിലേക്ക് അദ്ദേഹം കടന്നു വരും. അങ്ങനെ കടന്നു വരുന്ന ഒരംഗത്തിന് ആൽക്കഹോളിക്സ് അനോണിമസ് തരുന്ന ഒരാശയമാണ് സീനിയർ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയുള്ള ഒരു അംഗം ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി അനേകം സമയം ചെലവഴിക്കും. ധാരാളം ഫുൾ ടൈമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ പ്രവർത്തിക്കുന്ന ധാരാളം അംഗങ്ങളുണ്ട്. അവര് ഭാഗ്യവാന്മാരെന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വിവരിക്കുന്നത്. കാരണം തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരംഗത്തിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കിൽ പറയുന്നത് ഭാഗ്യവാന്മാരെന്നാണ്. അങ്ങനെ ഐ എന്ന സങ്കല്പത്തിൽ കടന്നു വന്ന ആള് വി എന്ന സങ്കല്പത്തിലേക്ക് മാറുന്നു. അതായത് ഞാൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് കടന്നു വന്ന ആള് വി എന്ന ഗ്രൂപ്പിന്റെ ആശയത്തിലേക്ക്, അതിൻ്റെ സംരക്ഷണത്തിലേക്കായി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഉത്കർഷകളെയും ബലി കഴിക്കുന്ന ഒരാളായി, നല്ലൊരാളായി, നല്ലൊരു ലീഡറായി ഒരംഗം മാറുന്നു. അതുമാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ വലിയ പൂർണ്ണതയുടെ, ഈ ലോകത്ത് 190 രാജ്യങ്ങളിൽ അല്ലെങ്കിൽ 150 രാജ്യങ്ങളിൽ ഉള്ള 2 മില്യൺ ആളുകളുടെ ഇടയിൽ ഒരാൾ മാത്രമാണ് എന്ന ചിന്ത അയാളെ വല്ലാതെ സഹായിക്കും. സ്മോൾ പാർട്ട് ഓഫ് എ ഗ്രേറ്റ് ഹോൾ എന്നാണ് ഇംഗ്ലീഷ് ബുക്കിൽ പറയുന്നത്. കാരണം ഞാനല്ല പൂർണ്ണത, ഞാൻ ആ പൂർണ്ണതയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരംഗത്തിന് പറയുകയാണ്, ഷിബു, നീയല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പൂർണ്ണത, നീ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഐ എന്ന് പറയുന്ന സ്ഥാനത്ത് വി എന്ന് പറയുന്ന ആശയത്തിലേക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് കടന്നു വരുന്ന അംഗത്തിന് കൃത്യമായ ഒരു കാര്യം മനസ്സിലാവും. വ്യക്തിഗത പ്രാധാന്യം ഇവിടെ വലിയ പ്രാധാന്യമില്ല, അധികാരത്തിന് ഇവിടെ വലിയ പ്രാധാന്യമില്ല, ഇവിടെ
എല്ലാവരും ഒന്നാണെന്ന് കണ്ടെത്തുന്ന ഒരു ചിന്താഗതിയിലേക്ക് അദ്ദേഹം കടന്നു വരും. ബിൽ ഡബ്ല്യു ഈ ഐക്യത്തെ പറ്റി പറയാനായിട്ട് പറയുന്ന ഒരു കഥയാണ് ഈ ശാന്തസമുദ്രത്തിൽ തകർന്നു വീണ വിമാനത്തിന്റെ യഥാർത്ഥ സംഭവമാണ് എഡി ഡീക്കൻബക്കറും അദ്ദേഹത്തിന്റെ 6 കൂട്ടാളികളുടെയും ഒരു കഥ. ശാന്തസമുദ്രത്തില് അവരുടെ വിമാനം ഇടിച്ച് തകർന്നതിന്റെ ഒരു കഥയാണ് ഐക്യത്തിനു വേണ്ടി ബിൽ ഡബ്ല്യു ഉപയോഗിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ചാണ്. 1942 ഒക്ടോബറിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റിന്റെ അഭ്യർത്ഥന പ്രകാരം എഡി റീക്കൻബക്കർ ഒരു ഐലൻഡിലേക്ക് തന്റെ വിമാനം പറത്തിക്കുകയാണ്. ബോയിങ് 17 എന്ന യുദ്ധവിമാനമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആ വിമാനമാകട്ടെ ധാരാളം ആളുകളെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതിനോടൊപ്പം പോസ്റ്റുകൾ കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു യുദ്ധവിമാനമാണ്. ഈ യാത്രയിൽ പൈലറ്റിന് തൻ്റെ ഐലൻഡിലേക്കുള്ള ഈ യാത്രയിൽ തനിക്ക് പോകാനുള്ള മാർഗം തെളിഞ്ഞു കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഐലൻഡിലേക്കുള്ള ലക്ഷ്യം തെറ്റി. അതുകൊണ്ട് തന്നെ അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിൻ്റെ ഫ്യൂല് അല്ലെങ്കിൽ ഇന്ധനം കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും അദ്ദേഹത്തിന് ഇറക്കേണ്ടതുണ്ടായിരുന്നു. അവർ മൊത്തത്തിൽ 8 പേരാണ് ആ ഫ്ലൈറ്റ് വിമാനത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശാന്തസമുദ്രത്തിൽ വിമാനം ഇടിച്ചിറക്കി. ഒരാൾ വളരെ സീരിയസ്ലി ഇഞ്ചുർഡ് ആയി. ഇപ്പോൾ ഇഞ്ചുർഡ് ആയിട്ടല്ലാത്ത മറ്റുള്ള ആളുകൾ ഒരു ഫിഷിംഗ് കിറ്റ് എടുത്തു. കാറ്റുകൊണ്ട് അല്ലെങ്കിൽ എയർ കൊണ്ട് ഊതി ഉറപ്പിച്ച് വള്ളം പോലെ ഉപയോഗിക്കാവുന്ന റാഫ്റ്റ്സ് എന്നാണ് അതിന് പറയുന്ന 3 റാഫ്റ്റുകൾ അവരെടുത്തു. കുറച്ച് തോക്കുകൾ ഉണ്ടായിരുന്നു, അതെടുത്തു. അത്യാവശ്യം ചില ഫുഡുകൾ അതിൽ നിന്ന് വലിച്ചൂരിയെടുത്തു. അപ്പൊ മുങ്ങിപ്പോകുന്ന ആ ഫ്ലൈറ്റിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ എടുത്തുകൊണ്ട് അവർ പെട്ടെന്ന് പുറത്തു കടന്നു. അപ്പോൾ കാറ്റുകൊണ്ട് നിറച്ച ആ പ്ലാസ്റ്റിക് വെള്ളം പരസ്പരം കെട്ടി അവരതിനകത്ത് കയറിയിരുന്നു. അവരവിടെ വെയിറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഏതെങ്കിലും കപ്പലുകളോ ബോട്ടുകളോ അല്ലെങ്കിൽ ഫ്ലൈറ്റുകളോ ഒക്കെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അവർക്ക് കാണിക്കാനായിട്ട് കുറച്ച് കർച്ചീഫുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ആ കെട്ടിയിട്ട വള്ളത്തിൻ്റെ 3 വള്ളങ്ങളുടെ ഇടയ്ക്ക് അവർ ഈ കടലിൽ തന്നെ വിരിച്ചിട്ടതായിട്ടൊക്കെ കഥയിൽ പറയുന്നുണ്ട്. ഏകദേശം 22 ദിവസമാണ് ഇത്രയും ആളുകൾ അവിടെ സർവൈവ് ചെയ്തത്. അപ്പോൾ ആ 20 ദിവസം അവർ അവിടെ കടന്ന അതിജീവനത്തിൻ്റെ കഥയാണ് ബിൽ ഡബ്ല്യു ആൽക്കഹോളിക്സ് അനോണിമസിലെ ഓരോ അംഗത്തിനോടും പറയുന്നത്. അതായത് കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അല്ലെങ്കിൽ മരണത്തിനോളം എത്താവുന്ന ദുരിതങ്ങളുടെ മുന്നിൽ നിന്നാണ് നീ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ഷിബുവിനെ പോലെയുള്ള ഒരു അംഗത്തിനോട് ആൽക്കഹോളിക്സ് അനോണിമസിലെ ലേഖനത്തിലൂടെ ബിൽ ഡബ്ല്യു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നീ ഐക്യം നിലനിർത്തണം, അല്ലെങ്കിൽ സർവൈവ് ചെയ്തു വന്നിരിക്കുന്ന ഓരോരുത്തരും മരിക്കും. അപ്പോൾ 7 പേരുള്ള ആ വള്ളത്തിൽ 2 പേർക്കാണ് വള്ളത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തം അവർ 7 പേരുണ്ട്. എഡി ഡീക്കൻബക്കർ അടക്കം. അതിൽ ആ സംഭവ കഥയിൽ പറയുന്നത് ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വള്ളത്തിൽ നിന്ന് ഇറങ്ങി തുഴയും. എന്നിട്ട് അയാൾ മടുക്കുമ്പോൾ അയാൾ വെള്ളത്തിൽ കയറും, വീണ്ടും ഒരു നീന്തി അങ്ങനെ ഓരോരുത്തരായി മാറി മാറി സഹകരിച്ചാണ് അവർ ആ വള്ളത്തിൽ കഴിഞ്ഞുകൂടിയത്. ഇപ്പോൾ പുറത്തു നിൽക്കാനായിട്ട് ഒരാൾ പുറത്തു നിന്ന് നീന്താനായിട്ട് എല്ലാവരും തയ്യാറായി എന്നുള്ളതാണ്. അവരുടെ സർവൈവലിന്റെ കഥ നമ്മൾക്ക് കേൾക്കേണ്ടത് തന്നെയാണ്. ഒരു ഓറഞ്ച് 24 മണിക്കൂർ നേരത്തേക്കുമാണ് ആ 7 പേരുമായിട്ട് കഴിച്ചത്. ഒരു ഓറഞ്ചിൽ എത്ര അല്ലി ഉണ്ടെന്ന് നമുക്കറിയാം. ആ അല്ലികൾ ഷെയർ ചെയ്തിട്ടാണ് ആ 7 പേരും ജീവിച്ചത്. ഒരു ഓറഞ്ച് കൊണ്ട് 24 മണിക്കൂർ ജീവിച്ചു. അവരുടെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ നല്ല വെള്ളം എന്ന് പറയുന്നത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ആ വെള്ളം പരസ്പരം ഷെയർ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു മഴ പെയ്തു. ആ മഴയിൽ നിന്ന് കിട്ടിയ വെള്ളത്തിലേക്ക് വീണ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു ദിവസം ജീവിച്ചു. അവർ ധരിച്ചിരുന്ന തൊപ്പിയുടെ അടുത്ത് ഒരു കടൽക്കാക്ക വന്നിരുന്നപ്പോൾ ആ കടൽക്കാക്കയുടെ പിടിച്ച് തൂലെല്ലാം പറിച്ചു കളഞ്ഞ് ഇറച്ചി കഴിച്ചിട്ട് ബാക്കി എല്ലിട്ടിട്ട് അവർ ചൂണ്ടയിട്ടു. അപ്പോൾ അവിടെ നിന്ന് ഒരു മീനെ കിട്ടി. അങ്ങനെ ചൂണ്ടയിട്ട് ഒരു മീനെ കിട്ടി. അത് എല്ലാവരും കൂടി ഷെയർ ചെയ്തു. അതും പച്ചയ്ക്ക്, ഈ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും പച്ചയ്ക്ക് തിന്നാൻ തയ്യാറായി. ദിവസങ്ങൾ കഴിയുന്തോറും അവർ തമ്മിൽ വാക്കുതർക്കം വരാൻ തുടങ്ങി. കാരണം അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു.
ഒരു വള്ളം വരുമെന്നോ അല്ലെങ്കിൽ ഒരു കപ്പൽ വരുമെന്നോ ഒരു ഫ്ലൈറ്റ് ഞങ്ങളെ അന്വേഷിച്ച് വരുമെന്നോ അവർ പ്രതീക്ഷിച്ചു. പക്ഷെ ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ ഹാൻഡ് കർച്ചീഫുകളെല്ലാം കടലിലെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. ആരും അവരെ കാണുന്നില്ല. ഈ ഇതിനിടയിൽ നേവിയും പട്ടാളവും എല്ലാം ഇവരെ കാണുന്നതിനുള്ള സെർച്ചിങ് തുടരുന്നുണ്ട്. 2 ആഴ്ചയോളമായിട്ട് ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഇവർ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു ഞാൻ നോർത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു വെള്ളം കൊണ്ട്. മറ്റൊരാൾ പറഞ്ഞു നമ്മൾ സൗത്തിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് കര കാണാൻ കഴിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു തർക്കം രൂപീകരണം തുടങ്ങി. പക്ഷേ എഡി ഡീക്കൻ ബർക്കർ എന്ന് പറയുന്ന ആ വൈമാനികന്റെ ലീഡർഷിപ്പാണ് ആ തർക്കത്തിന് പരിഹാരമായിട്ട് മാറിയത്. അയാള് പല തമാശകൾ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അപകടാവസ്ഥയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ചില തമാശകളൊക്കെ പറഞ്ഞ് അവരെ ഒന്നിച്ചു നിർത്താൻ ശ്രമിച്ചു. ഒന്നിച്ചു നിർത്താനുള്ള ചില ധാർമ്മിക നടപടികൾ അല്ലെങ്കിൽ ഐഡിയകൾ, ആശയങ്ങൾ അവർ പരസ്പരം പറഞ്ഞു കൊടുത്തു. ഈ ചൂണ്ടയിട്ടത് ഇദ്ദേഹത്തിന്റെ തുഴ ഉപയോഗിച്ച്, തുഴയുടെ അറ്റത്ത് ചൂണ്ടനൂല് കെട്ടിയിട്ടായിരുന്നു. അതൊരു ഷാർക്ക് വന്ന് കടിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മാത്രമല്ല രാത്രി പകലുമുള്ള, രാത്രി ചില സമയങ്ങളിൽ മഴയാണ്, പകല് ഭയങ്കര വെയിലാണ്. ഇത് രണ്ടും അവരുടെ തൊലി പൊളിഞ്ഞു പോകുന്ന രീതിയിലേക്ക് മാറ്റി. വെള്ളം കുടിക്കാത്തത് മൂലം അവർ പലരും ഡീഹൈഡ്രേഷനായി. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫ്ലൈറ്റ് ആകാശത്തേക്കൂടെ പോകുന്നത് കണ്ട് അവർ ഷർട്ട് ഊരി കാണിച്ചു. പക്ഷേ അതുകൊണ്ടും രക്ഷയുണ്ടായില്ല. അപ്പൊ ഇതിനിടയിൽ 7 പേരിൽ വളരെ സിവിയറായിട്ട് പരിക്കേറ്റ ഒരാൾ മരിച്ചു. ആ മരിച്ച ആളെ ആ കടലിൽ തന്നെ അവര് എറിഞ്ഞു കളഞ്ഞു. ഈ 7 പേരുള്ളപ്പോ ഒരാള് പറയുന്നുണ്ട്, നമുക്ക് 6 പേർക്കാണ് സ്വസ്ഥമായിട്ട് വള്ളത്തേൽ ഇരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ കടലിലേക്ക് ചാടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ സർവൈവലിന് വേണ്ടി, ജീവന് വേണ്ടിയിട്ട് സ്വയം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായ ഒരു സംഘത്തിലെ അംഗം. പക്ഷേ എഡി ഡീക്കൻ ബർക്കർ അതിന് സമ്മതിച്ചില്ല. അദ്ദേഹം പറയുന്നു, വേണ്ട, നമ്മൾക്ക് ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരും, അതുവരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്നു. ഇതേ സമയം എഡി ഡീക്കൻ ബർക്കറുടെ ഭാര്യ അധികാരികളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അന്വേഷണം തുടരണം, കാരണം എഡി ഡീക്കൻ ബർക്കർ ഒരിക്കലും മരിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട്, അദ്ദേഹം ലീഡർഷിപ്പ് കഴിവുകൊണ്ടോ അദ്ദേഹം പിടിച്ചു നിൽക്കും എന്ന് പറയുന്നു. കാരണം അയാൾ അങ്ങനെയുള്ള ഒരാളാണ് എന്ന് എഡി ഡീക്കൻ ബർക്കറുടെ ഭാര്യ പറഞ്ഞുവെന്നും, അങ്ങനെ ഇവരെ അന്വേഷണം നടത്തിയതിനിടയിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ഇവരെ കണ്ടെത്തുകയും മറ്റ് ആളുകൾ ഇവരെ രക്ഷിക്കുകയും ചെയ്ത ഒരു കഥയാണ് ആൽക്കോഹോളിക്സ് അനോണിമസിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് ശാന്ത സമുദ്രത്തിൽ വിമാനം തകർന്ന എഡി ഡീക്കൻ ബർക്കറുടെ കഥയാണ് ബിൽ ഡബ്ല്യു നമ്മളോട് പറയുന്നത്. നോക്കൂ, ഒരു ഓറഞ്ച് കൊണ്ട് 7 പേര് 24 മണിക്കൂർ ജീവിക്കുന്നു. കടൽ കാക്കയെ കിട്ടിയപ്പോൾ ഷെയർ ചെയ്യുന്നു, ഉണ്ടായിരുന്ന വെള്ളം ഷെയർ ചെയ്യുന്നു, കിട്ടിയ മീന് പച്ചയ്ക്ക് കഴിക്കാൻ തയ്യാറാകുന്നു. ഒരാൾ പറയുന്നു, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. സ്വയം ആത്മഹത്യ, മറ്റൊരാൾക്ക് വേണ്ടി ജീവന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരാളുടെ കഥ. ആ ലേഖനത്തിൽ ബിൽ ഡബ്ല്യു പറയുകയാണ്, നമ്മെപ്പോലെ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടതായി അവർ പൊടുന്നിനെ കണ്ടെത്തി. പക്ഷേ ഇപ്പോഴും അപകടകാരിയായ സമുദ്രത്തിൽ പൊന്തിക്കിടക്കുന്നു. തങ്ങളുടെ പൊതുവായ ക്ഷേമമാണ് ആദ്യമെന്ന് എത്ര നന്നായാണ് അവർ കണ്ടെത്തിയത്. വെള്ളത്തിനോ റൊട്ടിക്കോ വേണ്ടി ആരും സ്വാർത്ഥരായില്ല. ഓരോരുത്തരും മറ്റുള്ളവരെ പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ വിശ്വാസത്തിൽ അവർ അവരുടെ യഥാർത്ഥ ശക്തി കണ്ടെത്തണമെന്ന് അറിഞ്ഞു. തങ്ങളുടെ ദുർബലമായ വഞ്ചിയുടെ എല്ലാ കുറവുകളെയും, അനിശ്ചിതത്വത്തിൻ്റെയും വേദനയുടെയും ഭയത്തിൻ്റെയും നിരാശയുടെയും പിന്നെ ഒരാളുടെ മരണത്തിൻ്റെ പോലും എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കത്തക്ക രീതിയിൽ, അളവിൽ അവരത് കണ്ടെത്തി. നാമും ഏയോടൊപ്പം ഇപ്രകാരമായിരുന്നു. അവിശ്വസനീയമായ ഒരു അനുഭവത്തിൻ്റെ പാഠങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വിശ്വാസം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമുക്ക് കഴിഞ്ഞു. എയുടെ 12 പാരമ്യങ്ങളിൽ അവർ ഇന്ന് ജീവിക്കുന്നു. അത് ഈശ്വരേച്ഛയാണ്. ദൈവത്തിനെ നമ്മെ ആവശ്യമുള്ളിടത്തോളം നമ്മെ ഐക്യത്തോടെ നിലനിർത്തും. നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന വഞ്ചിയിൽ ഒരു തുള വീണാൽ, അതിൽ വെള്ളം കയറാൻ തുടങ്ങിയാൽ നമ്മൾ ഓരോരുത്തരും ആ തുള അടയ്ക്കാൻ നോക്കണം.
ആ തുളയുടെ വലിപ്പം കൂട്ടാനല്ല നോക്കേണ്ടത്, ആ തുള അടയ്ക്കാൻ നോക്കണം. കാരണം നമ്മുടെ വഞ്ചി മുങ്ങിയാൽ നമ്മളും മുങ്ങും, നമ്മളോടൊപ്പമുള്ള ആളുകളും മുങ്ങും. ഇനി വരാനിരിക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ വഞ്ചി അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗങ്ങൾ കണ്ടു. ഒരാൾ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നത്, അയാൾ എന്തുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ ഐക്യത്തോടെ നിലനിൽക്കേണ്ടത് എന്നുള്ളത്. വിവിധ സാഹചര്യങ്ങളിൽ നിന്ന്, വിവിധ പോലീസ് കേസുകളിൽ നിന്ന്, വിവിധ വിവാഹമോചനത്തിന് തൊട്ടു മുന്നോടിയായി, ചിലപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വരുന്ന അംഗത്തിനോട് ആൽക്കഹോളിക്സ് അനോണിമസ് ഐക്യത്തെ നിലനിർത്താനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങളാണ്. പുറത്തുനിന്ന് ആരും നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നില്ല. ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയാലും, ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ മോഡറേറ്റർ ആയാലും, ഡെലിഗേറ്റ് ആയാലും, ട്രസ്റ്റി ആയാലും, ഇനി നമ്മൾ ന്യൂയോർക്ക് ഓഫീസിലുള്ള ആളുകളായാലും എല്ലാം പ്രവർത്തിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു നേതൃത്വമുണ്ട്. നേതൃത്വമില്ലാതെ നമ്മുടെ ഫെലോഷിപ്പ് മുന്നോട്ട് പോകില്ല. നമുക്ക് നേതൃത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നേതൃത്വത്തിന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. കാരണം നമ്മൾ പലപ്പോഴും പറയും വ്യക്തികളെക്കാൾ തത്വങ്ങൾക്കാണ് പ്രാധാന്യം, അതുകൊണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യം ഇല്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ലീഡർഷിപ്പ് ഇൻ എ എന്ന് പറയുന്ന വിഷയത്തിൽ ബിൽ ഡബ്ല്യുവിൻ്റെ ലേഖനം ഈ മഹി ഗ്രൂപ്പിൽ പറഞ്ഞാണ്. അന്ന് നമ്മൾ കണ്ടെത്തി എങ്ങനെയാണ് ഒരു ലീഡർ ആരായിരിക്കണം, എന്തായിരിക്കണമെന്ന് ബിൽ ഡബ്ല്യു കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ അംഗങ്ങളാൽ നയിക്കപ്പെടുന്ന ഗ്രൂപ്പുകൾ, ഇന്റർ ഗ്രൂപ്പുകൾ, ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റികളെല്ലാം നമ്മൾ ഐക്യത്തോടെ നിലനിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ മാത്രമല്ല, പബ്ലിക് ഇൻഫോർമേഷൻ മീറ്റിങ്ങുകൾ, സെമിനാറുകൾ, കൺവെൻഷനുകൾ, സർവീസ് സെമിനാറുകൾ, ഇതിലെല്ലാം നമ്മൾ ഈ ഐക്യം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ചലിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അങ്ങനെ ചലനത്തിനായിട്ട് നമ്മൾ പെരുമാറണം, പ്രവർത്തിക്കണം. അങ്ങനെ ധാരാളം ആൽക്കഹോളിക്സ് അനോണിമസിലെ സേവന മേഖലകളിൽ ധാരാളം ലീഡർമാരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പ്. അങ്ങനെ ഇന്നും ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക്, ഇന്നും മദ്യാസക്തി മൂലം മരണത്തിലേക്ക് നടക്കുന്നവരിടയിലേക്ക് നമ്മൾക്ക് ഒരു നല്ല നേതൃത്വമായിട്ട് കടന്നു ചെല്ലാം. ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചുറ്റും അനേകം ആളുകൾ മരിച്ചു വീഴുന്നു, മുങ്ങിപ്പോകുന്ന കപ്പലിലെ എന്ന പോലെ ആളുകൾ രക്ഷയ്ക്കായിട്ട് പരുതുകയാണ്. അവിടെ നല്ലൊരു നേതൃത്വമായിട്ട് ലോകം മുഴുവനുമുള്ള നമുക്ക് നിൽക്കണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 75% അംഗങ്ങളുള്ളത് US, കാനഡയിലാണ്. ബാക്കി 25% ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്റ്റേറ്റായിട്ടുള്ള കേരളത്തിൽ എത്ര ശതമാനം അംഗങ്ങളുണ്ടെന്ന് നമ്മൾക്കൊന്ന് കണക്ക് കൂട്ടിയാൽ വളരെ ചുരുക്കം അംഗങ്ങളേ ഉള്ളൂ. ചിലപ്പോൾ എൻ്റെ അറിവ് കുറവുകൊണ്ടാണോന്ന് അറിയത്തില്ല, 6000 10,000 അതിൽ 10,000 താഴെ അംഗങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു സമൂഹമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിനായിട്ട് നമ്മൾ ഐക്യത്തിൽ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതുപോലെ 2 മില്യൺ ആളുകളിൽ 75% ആളുകളും US, കാനഡയിലാണ്. ബാക്കി 25% ആളുകൾ മാത്രമേ മറ്റ് 190 രാജ്യങ്ങളിൽ ഉള്ളൂ. അപ്പോൾ 0.13% നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇത്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഷെയറിംഗ് അവസാനിപ്പിക്കുന്നു. നന്ദി.